നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഗുണപ്രദമായ രീതിയിൽ വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായി കണി ഒരുക്കാൻ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. നിലവിളക്ക്, ഓട്ടുരുളി, നെല്ല്, നാളികേരം, കണിവെള്ളരിക്ക, കദളിപ്പഴം, ചക്ക, മാമ്പഴം, മാങ്ങ കുലയോടുകൂടിയും, വാൽക്കണ്ണാടി, എള്ളെണ്ണ, കണിക്കൊന്ന, കൃഷ്ണവിഗ്രഹം, തിരി, കോടിമുണ്ട്, ഗ്രന്ഥം, നാണയം, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക, കിണ്ടി, വെള്ളം. ഇവയാണ് കണി ഒരുക്കുവാൻ പ്രധാനമായും വേണ്ട സാധനങ്ങൾ. വിഷുക്കണി ഒരുക്കുന്ന സ്ഥലം നന്നായി വൃത്തിയാക്കിയ ശേഷം നിലത്താണെങ്കിൽ പട്ടുവിരിക്കുക, മേശപ്പുറത്താണെങ്കിലും പട്ടുവിരിക്കുക. പട്ടുവിരിച്ച ശേഷം അതിൻ്റെ നടുക്കായി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുക. ശേഷം ആ വിഗ്രഹത്തിൽ മഞ്ഞ പട്ട് വസ്ത്രമോ നേരിയതോ അണിയിക്കുക. അതിനുശേഷം വിളക്ക് വയ്ക്കുവാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഹാരം ചാർത്തുക. എന്നിട്ട് ഓട്ടുരുളി എടുത്ത് ഉണക്കലരിയും നെല്ലും ചേർത്ത് ഓട്ടുരുളിയിൽ നിറയ്ക്കുക. അതിനു മുകളിലായി കൈതച്ചക്കയും മാമ്പഴവും വയ്ക്കുക. മാമ്പഴം സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ടാണ് മാമ്പഴം വയ്ക്കുന്നത്. ഉണ്ണിക്കണ്ണന് വേണ്ടിയാണ് കദളിപ്പഴം വയ്ക്കുന്നത്. ഉണ്ണിക്കണ്ണന് പ്രിയപ്പെട്ട വസ്തുവാണ് കദളിപ്പഴം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഴം പടലയോടുകൂടി തന്നെ വെക്കേണ്ടതാകുന്നു. ശേഷം ചക്ക വയ്ക്കുക. ഗണപതിക്ക് പ്രിയപ്പെട്ട വസ്തുവാണ് ചക്ക. അതിനുശേഷം ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സുകൾ വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്തൊക്കെ ഫ്രൂട്ട്സുകളുണ്ടോ അതെല്ലാം കണിയിൽ വയ്ക്കാവുന്നതാണ്. അതിനു മുകളിലായി വാൽക്കണ്ണാടി വയ്ക്കുകയും ശേഷം കണിക്കൊന്ന പൂക്കൾ വിതറുകയും ചെയ്യുക. ആ ഉരുളിയുടെ മുകളിലായി നാളികേരം ഉടച്ചു വയ്ക്കുകയും ചെയ്യുക. ശേഷം ഒരു തട്ടത്തിൽ അലക്കിയ വസ്ത്രം വെച്ച ശേഷം അതിനു മുകളിൽ വെറ്റിലയും അടയ്ക്കയും നാണയവും ആഭരണവും വയ്ക്കുക. ഉരുളിയുടെ സമീപമായി ഗ്രന്ഥം വയ്ക്കുക. സരസ്വതീ ദേവിയുടെ പ്രതീകമായാണ് ഗ്രന്ഥം വയ്ക്കുന്നത്. അതുപോലെ നാണയം, സ്വർണം എന്നിവ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായുമാണ് വയ്ക്കുന്നത്. ശേഷം കൺമഷി, പൊട്ട് എന്നിവ മറ്റൊരു തട്ടത്തിലോ വാഴയിലയിലോ വയ്ക്കുക. അതുപോലെ കുങ്കുമം, ചന്ദനം എന്നിവ വാഴയിലയിലും വയ്ക്കാം. കിണ്ടിയിൽ ജലം നിറച്ചതിന് ശേഷം വിളക്കിനോടൊപ്പം വയ്ക്കുക. അടുത്ത ദിവസം കണി കാണുന്ന സമയത്ത് കിണ്ടിയിൽ നിന്നും ജലമെടുത്ത് കണ്ണ് തുടച്ച ശേഷം കണി കാണുക. 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. സൂര്യോദയത്തിന് മുമ്പായി കണി കാണുന്നത് വളരെ ഉത്തമമാകുന്നു.